ഹലോ ഗായ്സ്, 1 month ഓഫ് യൂസേജ് കഴിഞ്ഞിട്ട് വൈബ്രേഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇന്റൻസിറ്റി നമുക്ക് ഇതില് ഉണ്ട്. ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ നമ്മൾ താഴോട്ടാക്കി കഴിഞ്ഞാൽ വൈബ്രേഷൻ ഇന്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നുണ്ട്. വൈബ്രേഷനൊക്കെ നല്ല രസമുണ്ട് കയ്യിലിരുന്ന്. അത്ര ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ അല്ല. ഓക്കെ, പിന്നെ ഈ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും, അടുത്തത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. കണ്ടോ, ലൈറ്റ് നമുക്ക് ഓണും ഓഫും ചെയ്ത് ടോഗിൾ ചെയ്യാൻ പറ്റും. മാക്രോ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ടർബോന്റെ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ടർബോ ഓണാക്കി വെച്ചിട്ട് ഒന്ന് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ വേറൊരു വഴിയുണ്ട്. ഈ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ ബി പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റും, ഓഫ് ആവും. പിന്നെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്തു. ഹെഡ്ഫോൺസ് എൻ്റെ ഒരു IEM ആണ് യൂസ് ചെയ്തത്. കൊള്ളാം, നൈസ്. 0-1 ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്. അതിന്റെ ആ ഇടയ്ക്കുള്ള ആ ഒരു വാല്യൂ മൊത്തം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് വർക്ക്സ് ലൈക്ക് ഗുഡ്. ബാറ്ററി ബാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 8 hours. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ആയി. ഞാൻ ഇതുവരെ ഒരു കൺട്രോളർ യൂസ് ചെയ്തിട്ടില്ല, ലൈക്ക് പ്ലേ സ്റ്റേഷന്റെ കൺട്രോളറോ അങ്ങനെ ഒരു കൺട്രോളർ യൂസ് ചെയ്തു. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം യൂസിങ് എ കൺട്രോളർ. അപ്പോൾ ഒരു പുതിയൊരാൾക്ക് ഒരു കൺട്രോളർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഫീൽ ആവും എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ ദാറ്റ്സ് ഹൗ ഇറ്റ് മേക്സ്. മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാം, ഐഫോൺ കണക്ട് ചെയ്യാം, ലാപ്പിൽ കണക്ട് ചെയ്യാം, നോർമലി ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം. ഡോങ്കിൾ ഉണ്ട് 2.4 GHz അത് വെച്ചിട്ടും കണക്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ വാക്കിൽ പറഞ്ഞു, ഐ ലൈക്ക് ഇറ്റ്. ബൈ ബൈ.